നമസ്കാരം. സ്ത്രീ വിഷയങ്ങളിൽ ട്രംപിന്റെ പേര് ആദ്യമായിട്ടല്ല ഉയർന്നു കേൾക്കുന്നത്. ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ പദവിക്ക് യോജിക്കാത്ത തരത്തിൽ പലപ്പോഴും ഇത്തരം പല കഥകളുടെയും ഭാഗമായിട്ടുള്ള ആളാണ് ട്രംപ്. എന്നാൽ ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ അധികാരത്തിന്റെ മുദ്ര വെച്ച് മാറ്റാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ട്രംപിനെ സംബന്ധിച്ച് ലോകരാഷ്ട്രങ്ങളുടെ സമാധാനം മുഴുവൻ തീരുവ കൂടുതൽ ചുമത്തി കളയുക മാത്രമല്ല, ട്രംപിനെതിരെ ശബ്ദിക്കുന്ന മുഴുവൻ വഴികളും വാതിലുകളും കൊട്ടിയടയ്ക്കുക എന്നത് കൂടിയാണ് ലക്ഷ്യം. വാർത്തകൾ വസ്തുനിഷ്ഠമായി പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള വാർത്താ മാധ്യമങ്ങളുടെ അവകാശം കൂടി തന്റെ കൈപ്പിടിയിൽ വെച്ച് കഴുത്ത് ഞെരിച്ചില്ലാതാക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ്. ട്രംപിനെതിരെ തുടരെ യാതൊരു ശബ്ദവും ഉയർന്നു കേൾക്കാൻ പാടില്ല. ട്രംപിന്റെ തോന്നിവാസങ്ങൾ ആരും വിളിച്ചു പറയാൻ പാടില്ല. ട്രംപ് പിടിക്കുന്ന മുയലിന് 3 കൊമ്പുണ്ടാകും. ആ കൊമ്പ് മുറിക്കാനും എണ്ണാനും ആര് വന്നാലും, രാജാവ് നഗ്നനാണെന്ന് ആര് വിളിച്ചു പറഞ്ഞാലും ട്രംപ് നാവരിഞ്ഞു മാറ്റും. ട്രംപിന് ആരെപ്പറ്റിയും എന്തും വിളിച്ചു പറയാം. പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യമാണെങ്കിലും ട്രംപ് തിരുത്തി പറയാനോ മാപ്പ് പറയാനോ തയ്യാറായില്ല. ഇപ്പോൾ US ജയിലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2003 അശ്ലീല ഉള്ളടക്കമുള്ള കത്തയച്ചെന്ന വിവാദം പ്രചരിക്കവേ വാർത്ത പുറത്തുവിട്ട വാൾസ്ട്രീറ്റ് ജേർണലിനെതിരെ മാനനഷ്ട കേസ് നൽകിയിരിക്കുകയാണ് ട്രംപ്. US മാധ്യമത്തിനെതിരെ $10 ബില്യൺ അഥവാ ഇന്ത്യൻ രൂപ 1000 കോടി നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. റോബർട്ട് മാൻഡോക്ക്, 2 വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ടർമാർ എന്നിവർക്കെതിരെയാണ് ട്രംപ് ഫ്ലോറിഡയിലെ സദേൺ ഡിസ്ട്രിക്റ്റിലെ ഫെഡറൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. പ്രതികൾ അപകീർത്തിപ്പെടുത്തുകയും ദുരുദ്ദേശത്തോടെ പ്രവർത്തിക്കുകയും ചെയ്തെന്നും അത് മാനനഷ്ടമുണ്ടാക്കിയെന്നുമാണ് ട്രംപ് പരാതിയിൽ പറയുന്നത്. എപ്സ്റ്റീന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അയച്ച കത്തിൽ കൈകൊണ്ട് വരച്ച ഒരു സ്ത്രീയുടെ നഗ്നചിത്രം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. എപ്സ്റ്റീന്റെ കൂട്ടുപ്രതിയായിരുന്ന, ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ഗ്ലിസ്ലൈൻ മാക്സ്വെൽ സംഘടിപ്പിച്ച ജന്മദിനാഘോഷത്തിൽ ട്രംപ് പങ്കെടുത്തിരുന്നു എന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ പ്രസിദ്ധീകരിച്ച ആരോപണം അദ്ദേഹം കഴിഞ്ഞ ദിവസം ശക്തമായി നിഷേധിച്ചിരുന്നു. ആശംസകൾ നേർന്നുകൊണ്ടുള്ള കത്തിൽ ട്രംപിന്റെ ഒപ്പുണ്ടായിരുന്നുവെന്നും വാൾസ്ട്രീറ്റ് ജേർണലിന്റെ വാർത്തയിൽ പറഞ്ഞിരുന്നു. എല്ലാ ദിവസവും അത്ഭുതകരമായ രഹസ്യമായിരിക്കട്ടെ എന്നാണ് ട്രംപ് കത്തിൽ എഴുതിയിരുന്നത്. എന്നാൽ ഈ വാചകം എഴുതിയതിലോ അശ്ലീല ചിത്രം വരച്ചതിലോ തനിക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് ട്രംപ് വാദിക്കുന്നത്. ഇത് താൻ എഴുതിയ കത്തല്ല എന്നും വാൾസ്ട്രീറ്റ് ജേർണലിന്റേത് തട്ടിപ്പ് കഥയാണെന്നും ട്രംപ് പറഞ്ഞു. കത്തിൽ കാണുന്നത് തന്റെ ഭാഷയല്ല, സ്ത്രീകളുടെ ചിത്രം വരയ്ക്കാറില്ല എന്നും ട്രംപ് പറഞ്ഞു. ട്രംപ് പറയുന്നതാണ് സത്യം. അത് കൂടുതൽ പരിശോധിക്കാൻ വന്നാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യം അറിയുന്ന ആരും അതിന് മുതിരാറുമില്ല. ഈ കേസോടുകൂടി ഇനി മാധ്യമങ്ങളും ട്രംപിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാൻ തയ്യാറായില്ല. വരാവുന്ന പ്രത്യാഘാതങ്ങൾ ഭയന്നിട്ട് ആരും ട്രംപിന്റെ ഒരു തോന്നിയവാസവും ഇനി പറയില്ല. ഇന്ത്യയോട് ട്രംപ് പറഞ്ഞിട്ടാണ് പാകിസ്ഥാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചതെന്നുള്ള വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മോദിയെ പോലെ ഒരു ഭരണാധികാരിയെ ഓപ്പറേഷൻ സിന്ദൂർ പോലെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ടായിട്ടും മുൾമുനയിൽ നിർത്താനും പ്രതിപക്ഷത്തിന്റെ മുന്നിൽ വിചാരണ കിട്ടുകൊടുക്കാനും ഒരു മടിയും തോന്നാതിരുന്ന ട്രംപിന് സ്വന്തം കാര്യം വന്നപ്പോൾ അഭിമാനവും അധികാരവും ഒക്കെയുണ്ട്. ഇന്ത്യ പലകുറി ട്രംപ് അവകാശപ്പെടുന്ന ഈ മധ്യസ്ഥതാവാദം തള്ളിക്കളഞ്ഞിട്ടും ട്രംപ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ട്രൂത്ത് സോഷ്യലിൽ പറയുന്നതല്ലാതെ വേറെ ഒരു സത്യവും ഇല്ല ലോകത്തിൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്താതിരുന്നാൽ കൊള്ളാം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച